സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ക്രൂരനും കൊടും ക്രൂരനുമായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. 2002 ഗോദ്ര കലാപമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മോദിയെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെയൊന്നും പ്രാധാന്യം തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇന്ന് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി കഴിഞ്ഞ ഒരു 1-2 പതിറ്റാണ്ട് കാലം എടുത്തു നോക്കിയാൽ ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയാണ് എന്ന് വാദിക്കാനാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാരണം കൊണ്ടാണ് എന്ന് ഞാൻ പറയും. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ കയറിയ ഒരു മുഖ്യമന്ത്രിയെ മാസങ്ങളായി യാതൊരു കാരണവുമില്ലാതെ തീർത്തും ദുരുപദിഷ്ടിതമായി ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ആ സ്വഭാവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഏറ്റവും ക്രൂരനും കൊടും ക്രൂരനുമായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് എന്ന് ഞാൻ പറയാൻ കാരണം. സുഹൃത്തുക്കളെ, നമുക്കറിയാം, കഴിഞ്ഞ ഒരു 3-4 വർഷക്കാലമായി ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ് ശ്രീമാൻ അരവിന്ദ് കെജ്രിവാൾ. 3-ാം തവണയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലെ മുഖ്യമന്ത്രിയാവുന്നത്. ആ അരവിന്ദ് കെജ്രിവാളിനോടുള്ള പക, അല്ലെങ്കിൽ ആ അരവിന്ദ് കെജ്രിവാളിനോടുള്ള തീർത്താൽ തീരാത്ത പക നരേന്ദ്രമോദി തീർക്കുകയാണ് എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ ഡൽഹി മദ്യനയ കേസിനെ കുറിച്ചിട്ട് കേൾക്കുകയാണ്. എനിക്ക് 2020 മുതൽ നമ്മൾ കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 2020-21 മുതൽ നമ്മൾ കേൾക്കുകയാണ്. ആ കേസിൽ യാതൊരു തെളിവുകളുമില്ലാതെ 2 മാപ്പുസാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ എത്ര നാളായി ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കും. എത്ര നാളായി പാർപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് അരവിന്ദ് കെജ്രിവാളിനോട് മാത്രമുള്ള പകയല്ല, ആം ആദ്മി പാർട്ടിയോട് തന്നെയുള്ള പക. അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയ ഏതാണ്ട് 1.5 വർഷക്കാലമായി ജയിലിലാണ്. അവിടുത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള സത്യേന്ദ്ര ജെയിൻ ആദ്യം ജയിലിലായിരുന്നു, പിന്നീട് ജാമ്യത്തിലായി, പിന്നീട് ഇപ്പോഴും ജയിലിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അവിടുത്തെ MP ആയിട്ടുള്ള സഞ്ജയ് സിംഗ്, അയാളും ദീർഘകാലം ജയിലിലായിരുന്നു. മറ്റു പലരെയും ജയിലിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം മാത്രമാണ്. ഡൽഹി മദ്യനയ കേസിൻ്റെ ശരിയ തെറ്റുകളെക്കുറിച്ചിട്ടൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഒരു തെളിവും കണ്ടുപിടിക്കാൻ കഴിയാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 2 മാപ്പുസാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ 2 പ്രാവശ്യമായി, എനിക്കൊന്ന് 2-3 മാസക്കാലമായി ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. എന്ത് യുക്തിയാണ് ഇതിനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2 മാപ്പുസാക്ഷികളുടെ അടിസ്ഥാനത്തിൽ. ഇവിടെ കേരളത്തിലൊരു നേതാവുണ്ട്, പിണറായി വിജയൻ. അയാളെ വർഷങ്ങളോളം ജയിലിലിടാനുള്ള മൊഴികൾ കേന്ദ്ര ഏജൻസികളുടെ മുമ്പിലുണ്ടായിട്ടും അയാൾക്കെതിരെ ഒരു ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാവാത്ത എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBI ഒക്കെ 2 മാപ്പുസാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ നിരന്തരം ജയിലിലാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഒന്ന് ആലോചിച്ച് നോക്ക്, നിരന്തരം ജയിലിലാക്കിയിരിക്കുകയാണ്. അതിലൊരു മാപ്പുസാക്ഷി ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ വീണ്ടും ജയിച്ച് MP ആയി, തെലുങ്ക് ദേശം പാർട്ടിയുടെ MP ആയിട്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 മാപ്പുസാക്ഷികളുടെ അടിസ്ഥാനത്തിൽ, അതായത് ട്രിപ്പിൾ ടെസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ അവർ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയോ, അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കുകയോ, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതൊന്നും ചെയ്യാൻ ഒരിക്കലും കഴിയാത്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അയാൾ ഇന്ത്യ വിട്ടു പോകില്ല. അയാളൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. അയാൾക്ക് സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി എങ്ങനെയാണ് സാക്ഷികളെ സ്വാധീനിക്കുക? രേഖകൾ തിരുത്താനും അയാൾക്ക് കഴിയില്ല. കാരണം 10,000-ഓളം രേഖകളുണ്ടെന്ന് പറഞ്ഞത്, അതെല്ലാം കോടതിയുടെ നിയന്ത്രണത്തിലാണുള്ളത്. അപ്പോൾ ഈ ട്രിപ്പിൾ ടെസ്റ്റ് പ്രകാരം ഒരിക്കലും അതിൻ്റെ നിയമങ്ങൾ ലംഘിക്കില്ല എന്ന് ഉറപ്പുള്ള സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ ഇയാൾ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അയാൾക്കെതിരെ എടുത്ത കേസിൽ അയാൾക്ക് ജാമ്യം ലഭിച്ചപ്പോൾ
ഉടനെ തന്നെ CBI അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണ് സുഹൃത്തുക്കൾ. ഇത് കേട്ടുകേഴ്വിയുള്ള കാര്യമാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് CBI അയാളെ 8-9 മണിക്കൂർ നിരന്തരം ചോദ്യം ചെയ്തിട്ട് വെറുതെ വിട്ടതാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസിൽ തന്നെ സുപ്രീം കോടതി ജാമ്യം കൊടുത്തതാണ് അരവിന്ദ് കെജ്രിവാൾ. അത് വീണ്ടും അയാളെ പിടിച്ച് ജയിലിലിട്ടി. അത് ഏറ്റവും ഗുരുതരമായിട്ടൊരു അവസ്ഥ എന്താ, അയാൾക്ക് ഡയബറ്റിക്സ്, ക്രോണിക്കലി ഡയബറ്റിക്കാണ് അയാൾ. ഞാൻ മനസ്സിലാക്കുന്നത് അയാൾക്ക് 30 വർഷക്കാലമായി അയാൾ ഡയബറ്റിക്സ് രോഗത്തിൻ്റെ പിടിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 30 വർഷക്കാലമായി. ദീർഘകാലം ഡയബറ്റിക്സ് ഉള്ളവർക്കുള്ള കുഴപ്പം എന്താ? അവരുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് താഴുകയും പെട്ടെന്ന് ഉയരുകയും ചെയ്യും. പെട്ടെന്ന് ഷുഗർ ലെവൽ താഴെ പോവും, പെട്ടെന്ന് ഷുഗർ ലെവൽ മുകളിലേക്കും. ഇപ്പോൾ ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിക്സ് ഉള്ളവരൊക്കെ ഈ പലതരത്തിലുള്ള മിഠായികളെ കൊണ്ട് നടക്കുന്ന കണ്ടില്ലേ? ഷുഗർ ലെവൽ പെട്ടെന്ന് താഴെ പോയാൽ അത് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് മിഠായി കഴിക്കും അവർ. അപ്പോൾ അതുപോലെ 30 വർഷക്കാലമായി ഡയബറ്റിക്സിൻ്റെ പിടിയിലുള്ള അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ കിടക്കുമ്പോൾ തന്നെ 2-3 പ്രാവശ്യം ഈ ഷുഗറിൽ വലിയ ഫ്ലക്ച്വേഷൻ വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയാൾ മരിച്ചു പോയാൽ എന്ത് ചെയ്യും സുഹൃത്തുക്കളെ? നമ്മൾ ആലോചിച്ചു. അയാൾ സംസ്ഥാന മുഖ്യമന്ത്രിയല്ലേ. അയാളുടെ തൂക്കത്തിൽ തന്നെ 4-5 കിലോ കുറഞ്ഞു എന്നാണ് ഞാൻ കേൾക്കുന്നത്. 8 കിലോ കുറഞ്ഞു എന്നാണ് സഞ്ജയ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ MP പരസ്യമായി പറഞ്ഞിട്ട്. എന്നിട്ട് ഈ വൃത്തികെട്ടവർ ചെയ്യുന്നത് എന്താ സുഹൃത്തുക്കളെ? അയാൾ മനഃപൂർവ്വം ജയിലിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി അയാൾ കഴിക്കേണ്ട ആഹാരം കഴിക്കാതെ അയാളുടെ ബ്ലഡ് ഷുഗർ കുറപ്പിക്കാൻ ശ്രമിക്കുന്നു, അയാളുടെ കലോറി ലെവൽ കുറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന ഏറ്റവും ബാലിശമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കുകയാണ് അവിടുത്തെ ലഫ്റ്റനൻറ്റ് ഗവർണർ ഉൾപ്പെടെ. ആലോചിച്ച് നോക്കും, ഒരു മനുഷ്യൻ തൻ്റെ ആരോഗ്യസ്ഥിതി മോശമാക്കാൻ വേണ്ടിയിട്ട് സ്വയമേ എന്തെങ്കിലും നടപടികളെടുക്കുമെന്ന് തലയ്ക്ക് വെളിയുള്ള ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് അയാളെ വീണ്ടും വീണ്ടും ജയിലിൽ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ നാളെ ഒരുപക്ഷെ എഴുന്നേക്കുമായിരിക്കില്ല എന്ന് പോലും അയാളുടെ അഭിഭാഷകനായിട്ടുള്ള മനൂപ് സിംഗ്വി ഡൽഹി ഹൈക്കോടതിയിൽ വാദിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതികളെയും നമ്മൾ ആ നിലയിൽ വിമർശിക്കേണ്ടതുണ്ട്. കാരണം സുപ്രീം കോടതി പോലും ജാമ്യം അനുവദിച്ചിട്ടും അയാളൊരു മുഖ്യമന്ത്രിയാണെന്ന് മനസ്സിലാക്കാതെ അയാൾ ജയിലിൽ കിടക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കീഴ്ക്കോടതികൾ തയ്യാറാവുന്നില്ല സുഹൃത്തുക്കളെ. ഉദാഹരണത്തിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു കേസിൽ കീഴ്ക്കോടതി അയാൾക്ക് ജാമ്യം കൊടുക്കണമെന്നും പറഞ്ഞൊരു ഉത്തരവുണ്ടാക്കി. ആ ഉത്തരവ് അപ്ലോഡ് ചെയ്യുക പോലും ചെയ്യുന്നതിന് മുമ്പ് ഡൽഹി ഹൈക്കോടതിയാണെന്ന് തോന്നുന്നു ആ ഉത്തരവ് സ്റ്റേ കൊടുത്തു എന്ന് ആലോചിച്ച് നോക്ക്. കീഴ്ക്കോടതി ആ ജഡ്ജ്മെൻറ്റ് പോലും പുറത്തു വന്നില്ല, അത് അപ്ലോഡ് പോലും ചെയ്തില്ല. അയാൾക്ക് ജാമ്യം കൊടുക്കുന്നൊരു വിധി അപ്ലോഡ് പോലും ചെയ്യുന്നതിന് മുമ്പ് മേൽക്കോടതി ജാമ്യം കൊടുക്കുക, ആ വിധി സ്റ്റേ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ആലോചിച്ച് നോക്ക്, ഇത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. ഭരണാധികാരികളെ ഭയമാണ് കോടതികൾക്ക് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും കേസ് മാറ്റിവെക്കുകയാണ്. കേസ് മാറ്റിവെക്കുന്ന സമയത്തെല്ലാം അയാൾ ജയിലിൽ കിടക്കുകയല്ലേ. എത്ര ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യമായ ഒരു തെളിവുമില്ലാതെ 2 മാപ്പ് സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ നിരന്തരം, അയാളൊരു മാറാരോഗിയായിട്ട് പോലും അയാളെ നിരന്തരം ജയിലിൽ പാർപ്പിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി സമീപകാല ഭാവിയിൽ കണ്ട ഏറ്റവും കൊടും ക്രൂരനുമായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.